യേശുവിൻ ബലിയുടെ ഓർമ്മയിതാ, സ്വർഗീയ സാന്നിധ്യ സമയമിതാ. അണിചേർന്നിടാം ഒന്നായി നാം, ഹൃദയമൊരുക്കാം കർത്താവിനാ. യേശുവിൻ ബലിയുടെ ഓർമ്മയിതാ, സ്വർഗീയ സാന്നിധ്യ സമയമിതാ. അണിചേർന്നിടാം ഒന്നായി നാം, ഹൃദയമൊരുക്കാം കർത്താവിനാ. സ്നേഹരാജനേ, സ്വർഗരാജനേ, അങ്ങേ മഹനീയ സാന്നിധ്യം നിറയ്ക്കണമേ. കൃപ ചൊരിയൂ ഈ ദാസരേ. രാജാധിരാജനേ, യേശുരാജനേ, എഴുന്നള്ളിയിടണേ ഈ ബലി. അനുഗ്രഹിക്കൂ ഈ ദാസരേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ക്രിസ്തു വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എങ്ങനെയാണ് ഈ ഭൂമിയിൽ കുറച്ചുകൂടെയൊക്കെ വ്യത്യസ്തരായിട്ട് ജീവിക്കേണ്ടതെന്ന്. സാധാരണക്കാർ ജീവിക്കേണ്ടത് പോലെ ജീവിച്ചാൽ പോരാ, ജീവിക്കണത് പോലെ ജീവിച്ചാൽ പോരാ, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കണം. ഇടയ്ക്കൊക്കെ ഇന്ന് കണ്ണടച്ചിരുന്ന് ഒന്ന് ധ്യാനിച്ച് നോക്കണം, എൻ്റെ ജീവിതത്തിന് മറ്റുള്ളവരിൽ നിന്ന് എന്ത് വ്യത്യാസമുള്ളേ? കർത്താവ് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ നീതി ഫരിസേയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിലംഘിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താ കാര്യമുള്ളേ? സാധാരണ മനുഷ്യര് സ്നേഹിക്കണത് പോലെ സ്നേഹിച്ചാൽ പോരാ, സാധാരണ മനുഷ്യര് സന്തോഷിക്കണത് പോലെ സന്തോഷിച്ചാൽ പോരാ, സാധാരണ മനുഷ്യര് ക്ഷമിക്കണത് പോലെ ക്ഷമിച്ചാൽ പോരാ. കുറച്ചുകൂടെയൊക്കെ വ്യത്യാസമുണ്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവണം ക്രിസ്ത്യാനിയാണെന്ന്, ഈശോയുടെ ശിഷ്യനാണെന്ന്. അതുപോലെ വ്യത്യാസമുള്ളവരായി ജീവിതം ജീവിക്കാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. നല്ല ഒരു ടിപ്പ് പറഞ്ഞു തരണുണ്ട് കർത്താവ്. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും പറഞ്ഞല്ലോ. സാധാരണ എല്ലാവരും സ്നേഹിക്കും, സ്നേഹത്തിൽ ഇങ്ങനെ നമ്മളെ സ്നേഹിക്കണവർ നമ്മൾ തിരിച്ച് സ്നേഹിക്കും. അതിൽ വലിയ കാര്യമൊന്നുമില്ല. കരുണയെന്ന് പറഞ്ഞാൽ അർഹതയില്ലാതെ കൊടുക്കണ സ്നേഹത്തിന് പറയണ പേരാ കരുണയെന്ന് പറയണേ. ശരിയാ, നമുക്ക് കുറ്റം വിധിക്കാനായിട്ട് എല്ലാ അവകാശം ഉണ്ടായിരിക്കണ നേരത്തും കുടിച്ചുകൊണ്ടുവരണ ഒരു ഭർത്താവ്, അയാളെ കുറ്റപ്പെടുത്താനായിട്ട് ഭാര്യയ്ക്ക് അവകാശമുണ്ട്. പക്ഷെ എന്നിട്ടും അയാളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ അയാളുടെ കാര്യങ്ങളൊക്കെ ഒരു പരാതിയും കൂടാതെ ചെയ്തു കൊടുക്കുമ്പോൾ ദാ അവിടെ കരുണ കാണിച്ചുകൊണ്ടിരിക്കുക. പരീക്ഷയിൽ തോറ്റുപോകുന്നൊരു കുഞ്ഞിനെ അമ്മയും അപ്പനും ചേർത്ത് പിടിച്ചിട്ട് സാരമില്ല മോനെ നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് പിടിക്കാം എന്ന് പറയുമ്പോൾ അത് കരുണയാ. സ്നേഹത്തേക്കാൾ അധികമായിട്ട് അവിടെ ഒരു കരുണ വരണുണ്ട്. ഈശോയോട് പ്രാർത്ഥിക്കാം കുറച്ചുകൂടിയൊക്കെ വ്യത്യാസമുള്ളവരായിട്ട് ജീവിക്കാനായിട്ട്, മറ്റുള്ളവരെ വിധിക്കാത്ത വിധത്തിൽ ഉള്ളിൽ നിറഞ്ഞ സ്നേഹവും കരുണയുള്ള മനുഷ്യരായിട്ടിരിക്കാനായിട്ട് ഈശോയെ ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ഒരുപാട് സ്നേഹവും ഒരുപാട് കരുണയും ഉള്ളിൽ നിറച്ചു തരുന്ന ഏറ്റവും വിശുദ്ധമായ പരിശുദ്ധമായ ബലിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കർത്താവിനോട് അപേക്ഷിക്കേണ്ടത് ഇത് തന്നെയാണ്. അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന കരുണ മറ്റുള്ളവരോട് കാണിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന്. വലിയ തെറ്റുകൾ, കുഞ്ഞു കുഞ്ഞു പാപങ്ങൾ എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് ഈ സമയം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഈശോയെ അങ്ങ് ഞങ്ങളോട് പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ആ ഒരു പൊറുതി മറ്റുള്ളവർക്കും കൊടുക്കാൻ വേണ്ട കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ തെറ്റുകുറ്റങ്ങളും ഓർത്തെടുത്തുകൊണ്ട് ആത്മാർത്ഥമായ പശ്ചാത്താപത്തോടുകൂടെ മനസ്തപിച്ച് ഈശോയുടെ തിരുമുൻപിൽ നിന്നൊന്നു ചേർന്ന് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ പാപങ്ങൾ പൊറുത്ത് നമ്മെ
നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാവട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പരിപൂർണമായി മാപ്പ് നൽകുന്നതിലും കരുണ കാണിക്കുന്നതിലുമാണല്ലോ അങ്ങേ ശക്തി മഹാത്മ്യം അങ്ങ് പ്രകടമാക്കുന്നത്. ഞങ്ങളുടെ മേൽ അങ്ങേ കൃപ വർദ്ധമാനമാക്കണമേ. അങ്ങനെ അങ്ങേ വാഗ്ദാനങ്ങളിലേക്ക് ഓടിയണഞ്ഞ് സ്വർഗീയ നന്മകളിൽ പങ്കാളികളാകാൻ ഞങ്ങൾക്കിടയാകുമാറാവട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്, അവരുടെ ദുർബല മനസാക്ഷിയെ മുറിപ്പെടുത്തുമ്പോഴും നീ ക്രിസ്തുവിനെതിരായി പാപം ചെയ്യുന്നു. സഹോദരരെ, അറിവ് അഹന്ത ജനിപ്പിക്കുന്നു, സ്നേഹമോ ആത്മീയ ഉത്കർഷം വരുത്തുന്നു. അറിവുണ്ടെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. എന്നാൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവനെ അംഗീകരിക്കുന്നു. വിഗ്രഹങ്ങൾക്കർപ്പിച്ച ഭക്ഷണ സാധനങ്ങളെ പറ്റിയാണെങ്കിൽ ലോകത്തിൽ വിഗ്രഹമൊന്ന് ഇല്ലെന്നും ഏക ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും നമുക്കറിയാം. ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവർ ആകാശത്തിലും ഭൂമിയിലും ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെ പല ദേവന്മാരും നാഥന്മാരും ഉണ്ടല്ലോ. എങ്കിലും നമുക്ക് ഒരു ദൈവമേയുള്ളൂ. ആരാണോ സർവവും സൃഷ്ടിച്ചത്, ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത്, ആ പിതാവ്. ഒരു കർത്താവേ നമുക്കുള്ളൂ. ആരിലൂടെയാണ് സർവവും ഉളവായത്, ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത്, ആ യേശുക്രിസ്തു. എങ്കിലും ഈ അറിവ് എല്ലാവർക്കുമില്ല. ഇതുവരെ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിച്ച ചിലർ ഭക്ഷിക്കുന്നത് വിഗ്രഹാരാധകരുടെ മനോഭാവത്തോടെയാണ്. അവരുടെ മനസാക്ഷി ദുർബലമാകയാൽ അത് മലിനമായി തീരുന്നു. നിന്റെ അറിവ് ക്രിസ്തു ആർക്കു വേണ്ടി മരിച്ചോ ആ ബലഹീന സഹോദരന് നാശകാരണമായി തീരുന്നു. ഇപ്രകാരം സഹോദരർക്കെതിരായി പാപം ചെയ്യുമ്പോഴും അവരുടെ ദുർബല മനസാക്ഷിയെ മുറിപ്പെടുത്തുമ്പോഴും നീ ക്രിസ്തുവിനെതിരായി പാപം ചെയ്യുന്നു. അതിനാൽ ഭക്ഷണം എൻ്റെ സഹോദരന് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും മാംസം ഭക്ഷിക്കുകയില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. കർത്താവേ, ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. കർത്താവെ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങയ്ക്ക് നന്നായി അറിയാം. കർത്താവേ, ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു.
അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്, എനിക്കത് നന്നായി അറിയാം. കർത്താവേ, ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. ദൈവമേ, എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. വിനാശത്തിൻ്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നതെന്ന് നോക്കണമേ. ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. കർത്താവേ, ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും. അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 6 27 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുവിൻ, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒരു ചെകിട്ട് തടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക. മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതിൽ നിന്ന് തടയരുത്. നിന്നോട് ചോദിക്കുന്ന ആർക്കും കൊടുക്കുക. നിന്റെ വസ്തുക്കൾ എടുത്തുകൊണ്ടു പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? കൊടുത്തിടത്തോളം തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പാപികളും പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. കൊടുക്കുവിൻ, നിങ്ങൾക്കും കിട്ടും. അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിലിട്ട് തരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ സുവിശേഷ വചനങ്ങൾ നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാവട്ടെ. ആമേൻ. തിരുബലിയിൽ തിരുനാഥൻ തിരുവോസ്തിയായി അനുദിനവും അണഞ്ഞിടുന്നു പൊതുസ്നേഹമേകി. തിരുബലിയിൽ തിരുനാഥൻ തിരുവോസ്തിയായി അനുദിനവും അണഞ്ഞിടുന്നു പൊതുസ്നേഹമേകി. കാൽവരിയാഗമായി കാരുണ്യ സ്നേഹമേകി. ഒരു ബലിയിൽ ഇനിയും ഒരു നവഹൃദയമായി കാഴ്ചയർപ്പിച്ചിടാം.
തിരുബലിയിൽ തിരുനാഥൻ തിരുവോസ്തിയായി അനുദിനവും അണഞ്ഞിടുന്നു പൊതു സ്നേഹമേകി. തിരുബലിയിൽ തിരുനാഥൻ തിരുവോസ്തിയായി അനുദിനവും അണഞ്ഞിടുന്നു പൊതു സ്നേഹമേകി. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഒന്നു ചേർന്നർപ്പിക്കുന്ന ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കാരുണ്യവാനായ പിതാവേ, ഞങ്ങളുടെ ഈ അർപ്പണം അങ്ങേക്ക് സ്വീകാര്യമാകുന്നതിനും അതുവഴി സകല സ്വർഗീയ അനുഗ്രഹങ്ങളുടെയും ഉറവിടം ഞങ്ങൾക്കായി തുറക്കപ്പെടുന്നതിനും ഇടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. സർവീശ്വര പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുക ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്ന് തൻ്റെ ജനനത്താൽ പഴയ മനുഷ്യനെ നവീകരിച്ചു, സഹനത്താൽ ഞങ്ങളുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്തു, മരണത്തിൽ നിന്നുള്ള ഉയിർപ്പിനാൽ നിത്യജീവനിലേക്ക് പ്രവേശനം നൽകി, പിതാവായ അങ്ങേ പക്കലേക്ക് ആരോഹണം ചെയ്തുകൊണ്ട് സ്വർഗ കവാടങ്ങൾ ഞങ്ങൾക്കായി തുറന്നു തരികയും ചെയ്തു. ആകയാൽ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോടു കൂടെ അങ്ങേക്ക് സ്തുതിഗീതങ്ങൾ ആലപിച്ച് ഞങ്ങളും അവിരാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. അത്യുന്നതങ്ങളിൽ ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. അത്യുന്നതങ്ങളിൽ ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന. കരുണയില്ലാത്തൊരു വാക്ക് ചെന്ന് തറയ്ക്കുന്നത് ഒരുവൻ്റെ ഹൃദയത്തിലേക്കാണെന്നറിയുക. അതില്ലാതാക്കി കളയണത് ഒരാളുടെ ആത്മവിശ്വാസം മാത്രമല്ല, മിക്കവാറും അവരുടെ ജീവിതം തന്നെയായിരിക്കും. ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കുഞ്ഞിൻ്റെ ജീവിതം ഇല്ലാതാക്കാനായി, പിന്നീട് അവൻ്റെ ജീവിതം സാധാരണ നിലയിലല്ലാതാക്കാനായി കുറ്റപ്പെടുത്തുന്നൊരു വാക്ക് മതി. ഈശോ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്, വിധിക്കരുത്. നമ്മൾ ആരാ മറ്റുള്ളവരെ വിധിക്കാൻ? കരുണയോടുകൂടെ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടുകൂടെ തിരുത്താൻ മാത്രമേ അവകാശമുള്ളൂ. നമ്പുരാനെ, ഞങ്ങളുടെ വിധിവാചകങ്ങൾ മൂലം ഇല്ലാതായി പോയ മനുഷ്യരുടെ സന്തോഷങ്ങളെ ഓർത്ത് ഞങ്ങൾ മനസ്തപിക്കുകയാണ്. ഇങ്ങനെ ഒരു നോട്ടം കൊണ്ട് പോലും കുറ്റം വിധിക്കാതെ സ്നേഹപൂർവം തൻ്റെ അൾത്താരയിലേക്ക് നമ്മളെ ക്ഷണിക്കുന്ന കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഈ നാവിൽ നിന്ന് മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാക്ക് പോലും ഉണ്ടാവാതിരിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് സൗഖ്യം നൽകുന്നതാവട്ടെ,
അവരെ സ്നേഹത്തിലേക്ക് ഉണർത്തുന്നതാവട്ടെ, അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാവട്ടെ. വലിയ പ്രാർത്ഥനയോടുകൂടെ ഏറ്റവും പരിശുദ്ധമായ നിമിഷങ്ങളിലേക്ക് വിശ്വാസത്തോടുകൂടെ ഒന്നു ചേർന്ന് നമുക്ക് പ്രവേശിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാവട്ടെ. ഈശോനാഥൻ പീഡാസഹനത്തിന് സ്വയമേൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ പാവനമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ഭാഗിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ ശരീരമാകുന്നു, നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, ഇതെൻ്റെ രക്തമാകുന്നു, നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ രക്തം, നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പാപമോചനത്തിനായി ചിന്തുവാനിരിക്കുന്ന എൻ്റെ രക്തം. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണേ എന്ന് താഴ്മയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന തിരുസഭയെ തൃക്കൺ പാർക്കണമേ. അങ്ങേ ദാസനായ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് ജോയ് കളത്തിപ്പറമ്പിൽ പിതാവും മറ്റെല്ലാ മെത്രാന്മാരും വൈദികരും സമർപ്പിതരും വിശ്വാസികൾ ഓരോരുത്തരും കുഞ്ഞുമക്കളും ഉൾപ്പെട്ട സഭയെ സ്നേഹത്തിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിക്കണമേ. ഉയർക്കുമെന്ന പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും ജീവിത പങ്കാളികളെയും സഹോദരീ സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും തിരുസഭാ സംരക്ഷകനായ വിശുദ്ധ യൗസേ പിതാവിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും ഞങ്ങളുടെ എല്ലാ സ്വർഗീയ മധ്യസ്ഥന്മാരോടും പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ അന്തോനീസിനോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ഈശോനാഥൻ പഠിപ്പിച്ച പ്രാർത്ഥന സ്നേഹത്തോടും പ്രത്യാശയോടും കൂടെ നമ്മുടെ നാടിനെ മുഴുവനായും സമർപ്പിച്ച് സൗഖ്യവും സംരക്ഷണവും ലഭിക്കാൻ വേണ്ടി വിശ്വാസത്തോടെ നമുക്കൊന്നു ചേർന്ന് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഈ കാലയളവിലും ഞങ്ങൾക്ക് സമാധാനം തരയണമേ. പാപത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നിരാശയിൽ നിന്നും തെറ്റായ സ്നേഹബന്ധങ്ങളിൽ നിന്നും ഒരുക്കമില്ലാത്ത മരണത്തിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും എപ്പോഴും കരുണാപൂർവം കാത്തുകൊള്ളണമേ. നിത്യസൗഭാഗ്യവും
രക്ഷകനായ യേശുക്രിസ്തുവിന്റെ പുനരാഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. അന്ത്യദാനമായി സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് തൻ്റെ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് ഞങ്ങൾക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിവുണ്ടാകണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം ഈശോയുടെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടിതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുരിശിൽ മരിച്ച് നമ്മെ രക്ഷിക്കാൻ മാത്രം കരുണ കാണിച്ച നമ്മുടെ ദൈവം. ഈ ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ സ്വീകരണം നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാവട്ടെ. ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവ് അരുൾ ചെയ്യുന്നു, ജനത്തിൻ്റെ രക്ഷ ഞാനാകുന്നു. ഏതേത് ദുരിതങ്ങളിൽ അവർ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോഴും ഞാൻ അവരെ ശ്രവിക്കുകയും എന്നേക്കും ഞാൻ അവരുടെ കർത്താവായിരിക്കുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ മേശയുടെ അപ്പത്താൽ പരിപോഷിതരായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളിൽ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങൾ പ്രചോദിപ്പിക്കപ്പെടുമ്പോഴെല്ലാം സ്നേഹത്തിൻ്റെ ഈ ഭോജനം ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരീകരിക്കുമാറാവട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ എല്ലാവരെയും നമ്മുടെ കുടുംബങ്ങളെയും കുഞ്ഞുമക്കളെയും നാടിനെ മുഴുവനെയും അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ഈശോയുടെ സ്നേഹത്തിലും സമാധാനത്തിലുമായിരിക്കുവാൻ ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.